വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. നമ്മുടെ പുതുമണവാട്ടി പാത്തുവിനും പുതുമണവളൻ ഫുവാദിനും വേണ്ടി ഒരു വിരുന്നൊരുക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ തലേ ദിവസം ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള പുഡിങ് തയ്യാറാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 പാക്കറ്റ് പാല് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അല്പെടുത്തിട്ട് 3 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1/2 കപ്പ് പഞ്ചസാരയും നമ്മൾ കലക്കി വെച്ച കസ്റ്റേർഡ് പൗഡറും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ അതിലേക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കാം. ഇതേ പരിവായാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി സോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാം. പുഡിങ് ട്രൈയിലേക്ക് ഞാൻ കേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വാനില കേക്കാണ്. നമുക്ക് സ്ലൈസ് ആക്കിയത് നമുക്ക് ബേക്കറിയിൽ കിട്ടും. അപ്പം അത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട്. എന്നിട്ട് അതിൻ്റെ മീതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഒഴിച്ച് കൊടുക്കുക. അല്പം ചെറി, അതുപോലെ തന്നെ പിസ്തയും ബദാമും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത ലെയറായിട്ട് വീണ്ടും അതുപോലെ തന്നെ സ്ലൈസ് ആക്കി വെച്ച നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ എല്ലാം ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മീതായിട്ട് വീണ്ടും സോസ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മീതായിട്ട് ഞാൻ ഫ്രഷ് ക്രീം പഞ്ചസാരയും കൂടി കലക്കിയതാണ്, അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയും പിസ്തയും ബദാമും പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഓവർനൈറ്റാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുള്ളത്, ഫ്രീസറിലല്ല. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഞാൻ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ കുക്കായി വന്നത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബീഫ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മീറ്റ് മസാല ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 4 വിസിൽ വരുന്നവരെയാണ് കേട്ടോ ഞാനിത് കുക്കറിൽ കുക്കാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ അത് നേരെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില ഇതുകൂടെ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടിത് വരട്ടിയെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടത് ഞാൻ വരട്ടിയെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് ഞാൻ അതിലേക്ക് കുറച്ചധികം വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ബീഫ് ഫ്രൈ ആണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ഗാർലിക് ചിക്കനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കൂടുതൽ ഗാർലിക് വേണം കേട്ടോ, കുറച്ചധികം ഗാർലിക് വേണം. അത് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4 സവാള മീഡിയം സൈസ്, ഒരു തക്കാളി, 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ക്യാപ്സിക്കം ഒരു പകുതി എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. കൂടുതലൊന്ന് വഴറ്റിയെടുക്കണ്ട കേട്ടോ, കുറച്ച് വഴറ്റിയാൽ മതി, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ ചെറുതാക്കി കട്ടാക്കിയെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് അല്പം സോയാ സോസും കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ചിക്കൻ ഇപ്പോൾ കുറച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് ചില്ലി സോസ്, 3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, 2 ടേബിൾ സ്പൂണ് ഡാർക്ക് സോയാ സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് 3ഉം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് സെലറി, സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില ഇതെല്ലാം ചെറുതായി കട്ടാക്കിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവർ ചിക്കൻ കുക്കായതിന് ശേഷം വേണ്ട നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി കുറച്ച് മലയാളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് മൂടി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഇനി ഗോബി മഞ്ചൂരി ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ ഞാൻ ആദ്യം കുക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് സാധാരണ മുളകും പൊടി 1 ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂണ്, കോൺഫ്ലോർ 2 ടീസ്പൂണ്, പിന്നെ
നമ്മുടെ സാധാരണ ഫ്ലോർ ഉണ്ടല്ലോ മൈദ, അത് 3 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം വിനാഗറും കൂടെ ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ പാനിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അപ്പം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. ഇനി ഒരു കടായി സ്റ്റവിൽ വെച്ചിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ജിഞ്ചർ, ഗാർലിക് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് പച്ചമുളക് ഒരു 4 ഞാൻ ചെറുതാക്കി കട്ടാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സവാള മീഡിയം സൈസ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോയാ സോസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസ് ഒരു 4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി സോസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടിത് മിക്സാക്കി എടുക്കാം. ഇനി അതിലേക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ മഞ്ചൂരി പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് 3 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കട്ടെ. ഇനി അല്പം വിനാഗർ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുക്കാക്കി വെച്ച കോളിഫ്ലവർ ഉണ്ടല്ലോ, ഫ്രൈ ആക്കി വെച്ചത്, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. സെലറി, സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ, ഗാർലിക് ചിക്കൻ, ഗോബി മഞ്ചൂരി ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് ആദ്യം തന്നെ കുക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 3 കിലോ റൈസാണ് കേട്ടോ ഞാൻ കുക്കാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഒരു വലിയ ബിരിയാണി പോട്ടാണ് കേട്ടോ ഞാൻ സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഗാർലിക്ക്, ജിഞ്ചർ ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഞാൻ എല്ലില്ലാത്ത ബോൺലെസ് ചിക്കന് ഒരു 200 ഗ്രാം ഉണ്ടായിരുന്നു, അത് കുക്കാക്കിയത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് കട്ടാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള, ക്യാരറ്റ്, ബീൻസ്, എഗ്ഗ് ചിക്കിയത്, മല്ലിയില, സ്പ്രിംഗ് ഓണിയൻ, സാലറി ഇതെല്ലാം ചെറുതാക്കി കട്ടാക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർഫുള്ളായിട്ട് ഞാൻ ബെൽ പെപ്പേഴ്സ് കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം, ഗ്രീന്, യെല്ലോ, റെഡ് ഇതെല്ലാം കട്ടാക്കി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ചിക്കൻ കുക്കാക്കിയ ഒരു സൂപ്പ് ഉണ്ടാവില്ലേ, അത് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോയാ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം റൈസ് ഉള്ളത് കാരണമാണ് അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കാക്കി വെച്ച റൈസ് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സാക്കി എടുക്കട്ടോ. അങ്ങനെ ഞാനിത് മിക്സാക്കി എടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ റൈസും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് ഞാൻ മല്ലിയില, സെലറി, സ്പ്രിംഗ് ഓണിയന്, ബെൽ പെപ്പേഴ്സ് ഇതെല്ലാം മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ദം ചെയ്യാൻ വെക്കുന്ന പോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സലാഡ് കട്ടാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്, പഴം ഇതെല്ലാം എല്ലാം ഞാൻ സെർവ് ചെയ്തിട്ട് ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട്, അവരെ ഊണ് കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുതുമണവാളൻ ഫുവാദ്, അതുപോലെ തന്നെ പാത്തുവിൻ്റെ ഉപ്പ, പിന്നെ എൻ്റെ ഇക്കാട്ട, പിന്നെ അതാണ് കേട്ടോ പാത്തു ഫുവാദിൻ്റെ അടുത്തിരിക്കണത്, പിന്നെ എൻ്റെ മോള്, പിന്നെ എൻ്റെ മോന്, പിന്നെ നമ്മുടെ പാത്തുൻ്റെ ഉമ്മ, എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ആ ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഞാൻ അത് അവിടെ നിന്ന് എണീറ്റ് പോയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച പുഡിംഗ് ഉണ്ടല്ലോ, അത് കഴിക്കുകയാണ് കേട്ടോ അവർ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ നല്ല സന്തോഷമായിട്ടോ അത് കേട്ടപ്പം. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവർ ഇരുന്നതിന് ശേഷം പിന്നെ അവർ പോവാനൊക്കെ ഒരുങ്ങുകയാണ്. അവർക്ക് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർ പോവാൻ ഇറങ്ങുകയാണ്. പിന്നെ പ്രധാനമായിട്ട് ഞാൻ പറയാനുള്ളത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മടി കാണിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അവർ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുതുമണവാളൻ ഫുവാദ് 26 തീയതി ഗൾഫിലോട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു യാത്ര പറച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, താങ്ക് യു.